ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ മുത്തുമണീസിനും നമ്മുടെ സുമി മുഫാസ് മനസ്സിലോട്ട് ഹൃദയം നിറഞ്ഞ സ്വാഗതം. അപ്പം നമ്മുടെ നാളെ വരാനിരിക്കുന്ന കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞാലോ. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കേൾക്കുന്നതിനോടൊപ്പം തന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അതിനോടൊപ്പമുള്ള ഹൈപ്പ് എന്ന ചിഹ്നവും കൂടെ, സ്റ്റാർ ബട്ടൺ കൂടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കണം. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെ നമ്മുടെ സുധീഷ് നമ്മുടെ നിധിക്കായിട്ട് ആ ഒരു സർപ്രൈസ് കൊണ്ട് കൊടുക്കുകയാണ്. പക്ഷേ ഇടി വെട്ടി എണക്കുള്ള ഒരവസ്ഥയായിപ്പോയി നമ്മുടെ സുധീഷിന്. കാരണം നിധിയെ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നത് നികേഷാണ്. സുധീഷ് വരണ്ടാന്ന് തീർത്തും പറഞ്ഞു. കാരണം എന്നെ നികേഷ് പഠിപ്പിച്ചാൽ മതിയെന്നും പറഞ്ഞ് നമ്മുടെ നിധിയും നികേഷും കൂടെ പോവാണ്. സുധീഷിന് അവിടെ ഒരു റോളും ഇല്ലായിരുന്നു. സുധീഷിന് ആകെ എന്ത് ചെയ്യണം അല്ലേ, തനിക്ക് ഇനി എന്താ ഇതിൽ തനിക്ക് ചെയ്യാൻ പറ്റിയൊരു ഒരു കളിയും നടക്കില്ല. ആകെ എല്ലാവരുടെ മുന്നിലും ഒരു ഇതായിപ്പോയി. അപ്പം നമ്മുടെ ഭാസ്കരൻ അവിടെ ഇരുന്ന് അങ്ങനെ ഇതൊക്കെ കേട്ടിട്ട് ഒരു ചിരിയും ഒരു കളിയാക്കൽ പോലെയുള്ള ഒരു ഇതൊക്കെയാണ്. സുഭാഷിൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു, സുഭാഷ് ഏട്ടാ ഞാനല്ലേ വണ്ടി എടുത്തത്, എന്നിട്ട് പിന്നെ എന്തിനാണ് നികേഷ് പഠിപ്പിക്കാൻ പോണത്? എടാ അതിപ്പോൾ അവൾ പറഞ്ഞ് നികേഷ് പഠിപ്പിച്ചാൽ മതിയെന്ന്, അല്ലാണ്ട് ഇപ്പം ഞാനാണോ പറഞ്ഞത് എന്ന് സുഭാഷ് പറഞ്ഞു. എന്നാലും ഞാൻ അവളുടെ ഭർത്താവല്ലേ. അപ്പോൾ സുഭാഷിന് ഒന്നും പറയാനില്ല. കാരണം എന്ന് വെച്ചാൽ സുധീഷിൻ്റെ ആ ഒരു ടെൻഷനും ആദ്യമൊക്കെ കണ്ടിട്ട് സുഭാഷിന് സത്യം പറഞ്ഞാൽ ചിരി വരെയാണ് ചെയ്യണത് കേട്ടോ. കാരണം നിധി തന്നെയാണ് ഡിസൈഡ് ചെയ്തത് നികേഷ് എന്നെ വണ്ടി പഠിപ്പിച്ചാൽ മതിയെന്ന്. ഒടുവിൽ അവർ പോയി കഴിഞ്ഞല്ലോ. എന്നിട്ട് സുധീഷ് വെളിയിൽ പോയി നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ഭാസ്കരൻ അവിടെ അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, എടാ ഭർത്താവായെന്നും പറഞ്ഞ് താലി കെട്ടിയതുകൊണ്ട് കാര്യമൊന്നുമില്ല, അവിടെ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇടം നേടിപ്പിടിക്കണം, അതാണ് പ്രധാനമെന്ന് പറഞ്ഞു. അല്ലാണ്ട് ഇത് മിക്കവാറും സുഭാഷ് അവളുടെ ജ്യേഷ്ഠനും നികേഷും ഹരീഷ് അനിയനും മിക്കവാറും ആ ഒരു റോള് തന്നെയായിരിക്കും നിനക്ക്. അവൾ കുറച്ച് കഴിയുമ്പോൾ കിളി പറന്ന് പോവും പോലെ എന്നൊക്കെ പറഞ്ഞു. ഇത് കേട്ടപ്പോൾ നമ്മുടെ സുധീഷിനങ്ങോട്ട് ദേഷ്യം വരും. അപ്പം ഭാസ്കരൻ സിഗരറ്റ് ഇങ്ങനെ വലിച്ച് പുക വിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സുധീഷ് പറഞ്ഞു, അച്ഛനോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാവില്ലേ, എന്തിനാണ് ഇങ്ങനെ ഈ പുക വലിക്കുന്നത്? പുക വലിച്ച് ബാക്കിയുള്ളവനെയും കൂടെ കൊല്ലാറാക്കിയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചാടേന്. അപ്പോൾ ഭാസ്കരൻ പറഞ്ഞു, അതെ നിൻ്റെ ഭാര്യേനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ പറ്റാത്തതിന് നീ എൻ്റെ മെക്കിട്ട് കയറേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ മെക്കിട്ട് കയറിയൊന്നുമില്ല. നിധി പറഞ്ഞിട്ടില്ലേ അച്ഛനോട് എപ്പോഴും ഈ സിഗരറ്റ് ഇങ്ങനെ വലിക്കരുതെന്ന്. പിന്നെ നിധി പറഞ്ഞിട്ടില്ല, നീ ഒന്ന് പോടാറുക എന്ന് പറഞ്ഞിട്ട് ഭാസ്കർ അവിടെ മിണ്ടാണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും സുധീഷിനാണെങ്കിൽ ആകെ ഒരു ഇതായിപ്പോയി. എന്ന് വെച്ചാൽ ഭാസ്കരൻ വരെ കളിയാക്കിയാണ്. എന്ന് വെച്ചാൽ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാത്തത് കൊണ്ടല്ലേ നിനക്ക് ഈ ദേഷ്യവും മുറുമുറുപ്പും എന്നൊക്കെ പറഞ്ഞ് ഭാസ്കരൻ ഇങ്ങനെയായിട്ട് കളിയാക്കുക. ഇത് കേട്ടപ്പോൾ സുധീഷ് പിന്നെ ഒന്നും ചിന്തിച്ചില്ല. അവർ പോയ ആ ഗ്രൗണ്ടിൽ നമ്മുടെ സുധീഷും കൂടെ പോവാണ്. അങ്ങനെ അവിടെ ചെന്നപ്പോഴേക്കും നമ്മുടെ നികേഷ് പതുക്കെ ഹാൻഡിലൊക്കെ പിടിപ്പിച്ച് നമ്മുടെ നിധിയെ കുറേശ്ശായിട്ട് ഓടിക്കാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സുധീഷ് അങ്ങോട്ട് ചെന്നിട്ട് പറഞ്ഞു, അയ്യേ ഇതെന്താടാ നീ ഈ പഠിപ്പിക്കണേ, ഇങ്ങനെയാണോ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കണേ? എടാ നികേഷ് നിന്നെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ചത് ആരാ? അപ്പോൾ സുധീഷ് ചോദിച്ചു. അപ്പോൾ നികേഷ് പറഞ്ഞു, സുധീഷ് ഏട്ടൻ. അതുപോലെ നിധിയെ ഞാൻ വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കാം, നിങ്ങളെയൊക്കെ വണ്ടി ഓടിക്കാൻ പഠിപ്പിച്ച ആശാൻ ഞാനല്ലേടാന്ന് പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, വേണ്ട എന്നെ നികേഷ് പഠിപ്പിച്ചോളും. പിന്നെ നികേഷ് പഠിപ്പിച്ച് നീ വണ്ടി ഓടിക്കാൻ പഠിച്ചത് തന്നെ, നീ ഒന്ന് മാറിക്കെന്നും പറഞ്ഞുകൊണ്ട് നിധിയുടെ പുറകിൽ സുധീഷ് കയറി ഇരിക്കുകയാണ് കേട്ടോ. സുധീഷ് കയറി ഇരുന്നിട്ട് പതുക്കെ നിധിയുടെ കയ്യിലൊക്കെ ഒന്ന് പിടിച്ച്. അപ്പോൾ നികേഷ് ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് പതുക്കെ പുറകിൽ കയറി ഇരുന്നിട്ട് നിധിയുടെ കയ്യിലൊക്കെ ഒന്ന് പതിയെ പിടിച്ച് ആ ഹാൻഡിൽ റേസ് ചെയ്യുന്നതിനെക്കുറിച്ചും ബ്രേക്കിനെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തപ്പോൾ നിധിയുടെ മുഖം ഏതാണ്ട പോലെയൊക്കെ ആവുന്നുണ്ട്. പക്ഷേ സുധീഷിന് ഭയങ്കര സന്തോഷമാണ്. കാര്യം തൻ്റെ ഭാര്യ ഇത്രയും അടുത്ത് ഇരുന്ന് പഠിപ്പിക്കാനൊക്കെ ഒരു ഭാഗ്യം കിട്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. അത് കഴിഞ്ഞിട്ട് സുധീഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സുധീഷ് പറഞ്ഞു, ഇനി നിധി പുറകിലിരിക്കുക, ഞാൻ ഫ്രണ്ടിൽ ഇരിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നിധീനെ പുറകിലിരുത്തി. എന്നിട്ട് ഞാൻ ഈ വണ്ടി റേസ് ചെയ്യുന്നതും ബ്രേക്ക് പിടിക്കണയൊക്കെ നോക്കി മനസ്സിലാക്കുക, അപ്പോൾ എൻ്റെ തോളത്ത് പിടിച്ചിരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മുടെ നികേഷ് അവിടെ നിന്ന് ദൂരെ നിന്ന് വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ നികേഷിന് കാര്യം മനസ്സിലായി. ഭാര്യയെ ഒന്ന് അടുത്ത് കിട്ടിയപ്പോൾ ഉള്ള ഒരു സന്തോഷം പ്രകടനങ്ങളൊക്കെയാണ് ഈ കാണിക്കണേന്നുള്ളത്. അങ്ങനെ 1-2 റൗണ്ട് സുധീഷ് അങ്ങനെയൊക്കെ കാണിച്ച് മനസ്സിലാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, സുധീഷ് പറഞ്ഞു, ഞാൻ ഇനി ഇവിടെ ഇറങ്ങുകയാണ്, ഇനി നിധി താനെ ഒന്ന് വണ്ടി ഓടിക്കാൻ പറഞ്ഞു. അപ്പം നിധി പറഞ്ഞു, അയ്യോ അതെനിക്ക് എന്തായാലും പറ്റൂല സുധീഷ്, അതിനുള്ള ഒരു കോൺഫിഡൻറ്റ് എനിക്ക് ആയിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ താനെ വന്നോളും. അതെ വണ്ടിയുടെ ബ്രേക്ക് എവിടെയാണെന്നൊക്കെ മനസ്സിലായല്ലോ, അതെങ്ങനെ പിടിക്കണമെന്ന് മനസ്സിലായല്ലോ, ചെറിയ രീതിയിലൊന്ന് റേസ് ചെയ്ത് വിട്ടുകൊടുത്താൽ വണ്ടി മുന്നോട്ട് പൊക്കോളും. അത്രേ ഉള്ളൂ, ഇതിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്നാലും സുധീഷേ ഞാൻ വീഴും എന്നൊക്കെ പറഞ്ഞു. ഒരു
പേടിയും വേണ്ട, ഇങ്ങനെയൊക്കെയാണ് വണ്ടി പഠിക്കുന്നത് ഓടിക്കാൻ എന്ന് പറഞ്ഞ് സുധീഷ് നിധിയെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഒടുവിൽ സുധീഷിൻ്റെ നിർബന്ധപ്രകാരം നമ്മുടെ നിധി വണ്ടി ഓടിക്കാനായിട്ട് തയ്യാറായിട്ടോ. അങ്ങനെ സുധീഷ് നികേഷ് മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മുടെ നിധി വണ്ടി എടുക്കണം. ഒരൊറ്റ റേസ് അങ്ങ് റേസ് ചെയ്ത് കൊടുത്തു. വണ്ടി നിധിയും കൂടെ ദേ ചെന്ന് കിടക്കണം മണ്ണൽ കൂമ്പാരത്തിൽ. എന്ത് ചെയ്യാനാ, സുധീഷും നികേഷും കൂടെ ഒരൊറ്റ ഓട്ടക്കത്തിന് അവിടെ എത്തിയിട്ട് നോക്കിയപ്പോൾ വണ്ടി ഒരിടത്ത് നിധി ഒരിടത്ത്. നിധിയുടെ മുട്ടിൻ്റെ തൊലിയൊക്കെ കുറച്ച് പൊട്ടിയിട്ടുണ്ട്. ആകെ ഇടങ്ങേറായി. നിധി അപ്പോൾ തന്നെ പറഞ്ഞു, വാ മതി, നമുക്കിനി വീട്ടിൽ പോവാം എന്ന് പറഞ്ഞു. അപ്പോഴേക്കും നികേഷ് പറഞ്ഞു, ഈ സുധീഷേട്ട ഒറ്റ ഒരാൾ കാരണം ഈ ഒരു അവസ്ഥ വന്നത്. ഞാൻ മര്യാദയ്ക്ക് നിധിയേട്ടത്തിനെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അപ്പോഴേക്കും നിധിയും പറഞ്ഞു, അതെ, സുധീഷ് വന്നുകൊണ്ടാണ് ഞാൻ ഈ വീണത്. ഞാൻ മര്യാദയ്ക്ക് പഠിച്ചുകൊണ്ടിരുന്നില്ലേ. സുധീഷിനെ ആരെ ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ പറഞ്ഞെന്നും പറഞ്ഞ് നിധിയും കിടന്ന് ചാടാ. ബാ നികേഷ്, നമുക്ക് പോകാമെന്നും പറഞ്ഞുകൊണ്ട് നിധി ആ വണ്ടി എടുത്തുകൊണ്ട് നികേഷിനെ കൊണ്ട് നേരെ വീട്ടിൽ വരെയാണ്. അപ്പോൾ ഭാസ്കരൻ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ സുഭാഷ് നോക്കുമ്പോൾ നിധിയുടെ കൈയൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഇതെന്താ പറ്റിയ മോൾ, ഇതെന്ത് പറ്റിയതാ? അപ്പം നികേഷ് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ മര്യാദയ്ക്ക് അവിടെ ഇരുന്ന് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സുഭാഷ് ചേട്ടാ. അപ്പോൾ സുധീഷും പുറകിൽ പിന്നാലെ തന്നെ വന്നു കേട്ടോ, വണ്ടിയും കൊണ്ട്, സുധീഷിൻ്റെ വണ്ടിയും കൊണ്ട്. എന്നിട്ട് സുധീഷ് പറഞ്ഞു, അയ്യോ എൻ്റെ പൊന്നു സുഭാഷ് ചേട്ടാ, ഞാൻ വീഴ്ചയൊന്നുമില്ല, വണ്ടി ഓടിക്കാൻ പഠിപ്പിക്കുമ്പോൾ കുറച്ചൊക്കെ വീണൊക്കെ തന്നെയാണ് പഠിക്കണേന്ന് സുധീഷ് പറഞ്ഞു. അപ്പം നികേഷും നിധിയും കൂടെ പറഞ്ഞു, അല്ല സുഭാഷ് ചേട്ടാ, മര്യാദയ്ക്ക് നികേഷ് പഠിപ്പിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ ഇടയിൽ സുധീഷ് വന്ന് വണ്ടി എടുന്നും പറഞ്ഞ് ഞാൻ റേസ് ചെയ്ത് കൊടുത്തു, അങ്ങനെ വീണാന്ന് പറഞ്ഞു. അപ്പം സുഭാഷ് പറഞ്ഞു, നീ എന്തിനാടാ ആ കൊച്ചിനെ തള്ളി ഇടിപ്പിച്ചത്, നിനക്ക് ഇവിടെ എങ്ങാനും ഇരുന്നാൽ പോരായിരുന്നാന്ന് ചോദിച്ചു കേട്ടോ. ഒടുവിൽ സുധീഷിനെ എല്ലാവരും കൂടെ വഴക്ക് പറയണം കേട്ടോ. അവസാനം നിധി പറഞ്ഞു, ഇനി എന്നെ സുധീഷ് പഠിപ്പിക്കേ വേണ്ടാന്ന് പറഞ്ഞു, എന്നെ നികേഷ് പഠിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ അവർ ആ കുറച്ച് പ്ലേസ് ഉണ്ടല്ലോ, അവിടെ തന്നെ ഇട്ട് വണ്ടി ഓടിക്കണം കേട്ടോ. അപ്പം നികേഷ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ ഭാസ്കരനാണെങ്കിൽ പതുക്കെ ഇരുന്ന് ചിരിക്കുകയാണ് കേട്ടോ. സുധീഷിന് ഇത് കാണുമ്പം ചിരിയും, അത് മീൻസ് ചിരിയല്ല, സോറി, സുധീഷിന് ഇത് കാണുമ്പോൾ ഭയങ്കര ദേഷ്യം പറയുന്നുണ്ട് ഭാസ്കറിൻ്റെ ഈ ചിരി കാണുമ്പോൾ. എന്ന് വെച്ചാൽ കൊള്ളാൻ പാകത്തിനുള്ള ഒരു ഫീലിങ്സിലൂടെയാണ് ഭാസ്കരൻ ചിരിക്കുന്നത്. എന്ത് പറയാനാ, സുധീഷ് ഇരുന്ന് ചിന്തിക്കുന്നത്, എൻ്റെ സ്വന്തം ഭാര്യയ്ക്ക് ഒരു വണ്ടി എടുത്ത് കൊടുത്തിട്ട് അതൊന്ന് പഠിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം പോലും എനിക്കില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് സുധീഷ് സങ്കടപ്പെട്ടിരിക്കുന്നത് കേട്ടോ. ഈ സമയത്താണ് നമ്മുടെ ചാന്ദിനി നമ്മുടെ സുഭാഷിൻ്റെ വീട്ടിലോട്ട് വരുന്നത്. അപ്പോൾ ചാന്ദിനി വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ സുധീഷും നികേഷും ഒക്കെ ചെന്ന് ചാന്ദിനിയെ പരിചയപ്പെടുകയാണ്. അപ്പം നിധി പറഞ്ഞു, എനിക്കറിയാം, ഞാൻ കഴിഞ്ഞ ദിവസം പരിചയപ്പെട്ടതാണെന്ന്. കാരണം നമ്മുടെ സുധീഷും നിധിയും കൂടെ ജോലി കിട്ടിയ സമയത്ത് ആ വർക്ക് സൈറ്റിൽ പോയപ്പോൾ ചാന്ദിനിയെ അന്ന് പരിചയപ്പെട്ടതാണ്. അപ്പോൾ സുഭാഷും ഇറങ്ങി വന്നിട്ട് ചാന്ദിനിയുടെ അടുത്ത് വരൂ, അകത്തിരിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ചാന്ദിനി ഹിന്ദിയിൽ പറയുന്നുണ്ട് സുധീഷിൻ്റെ അടുത്തും നികേഷിൻ്റെ അടുത്തും, ഇങ്ങനെ അവിനാഷ് കടയിൽ പോയിക്കഴിഞ്ഞാൽ അതുവരെ ഇവിടെ നിൽക്കുക, ഞാൻ തിരിച്ചു വരുമ്പം നിന്നെ കൊണ്ടുപോയിക്കോളാം, അതുവരെ ഇവിടെ നിൽക്കാൻ പറഞ്ഞാണ് എന്നെ ഇവിടെ ആക്കിയിട്ട് പോയെന്ന് പറഞ്ഞു. അപ്പോൾ ആ പറഞ്ഞത് നമ്മുടെ സുധീഷിന് കുറച്ചൊക്കെ മനസ്സിലായത് നമ്മുടെ നികേഷിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കുകയാണ്. അതിനുശേഷം അവർ മലയാളവും ചാന്ദിനിയുടെ ഹിന്ദി എല്ലാം കൂടെ ചേർത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പം നിധിയും സംസാരിക്കാനായിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഭാസ്കറിൻ്റെ അടുത്ത് ചെന്ന് പരിചയപ്പെടുത്തുകയാണ്. സുഭാഷ് ചെന്ന് ഭാസ്കറിനെയൊക്കെ പരിചയപ്പെടുത്തുകയാണ്. അപ്പോൾ ഭാസ്കരൻ മലയാളത്തിൽ ഏതുകൊണ്ട് ചോദിച്ചപ്പോൾ ചാന്ദിനി ഹിന്ദിയിൽ മറുപടി പറഞ്ഞു. അത് കേട്ടപ്പോൾ ഭാസ്കറിന് മനസ്സിലാവോ, ഇത് ഹിന്ദി വാലയാണല്ലേ. ഒടുവിൽ നമ്മുടെ ഭാസ്കരൻ നല്ല മണി പോലെയാണ് ഹിന്ദിയിൽ ചാന്ദിനിയായിട്ട് സംസാരിച്ചത്. കാരണം ഭാസ്കറിൻ്റെ ഭാഷകളൊക്കെ അത്യാവശ്യം അറിയാം. ഈ ലോറിയായിട്ട് അത്യാവശ്യം ഓട്ടം പോണ സമയത്ത് 3-4 ഭാഷകളൊക്കെ ഭാസ്കരൻ പഠിച്ചു വെച്ചൊക്കെയാണ്. അപ്പം നിധി ചോദിച്ചു, അച്ഛന് ഹിന്ദിയൊക്കെ നന്നായിട്ട് അറിയാലോ. പിന്നെ അല്ലാണ്ട് മോളെ, ഞാൻ എവിടെയൊക്കെ ഇക്കണ്ട ഒരുവിധം സ്ഥലങ്ങളൊക്കെ പോയിട്ടുള്ളതല്ലേ, അപ്പോൾ എനിക്ക് ഒരുവിധം ഭാഷകളും കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് വലിയ ആളായിട്ട് ഹെഡ് വെയിറ്റ് ഒക്കെ ഇട്ട് ഇരിക്കുകയാണ്. അങ്ങനെ ചാന്ദിനി ഭാസ്കരനും കുറേ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ സുധീഷ് ചെന്നിട്ട് പറയും, അതെ കുറേ നേരമായല്ലോ കത്തിവയ്പ്പ്, ഒന്ന് പൊക്കൂടെയെന്ന് ചോദിച്ചു. അങ്ങനെ ഭാസ്കരൻ എണീറ്റ് ഉമ്മറത്തോട്ട് പോയിട്ടു. ആ സമയം നമ്മുടെ സുധീഷും നികേഷും ഒക്കെ കുറച്ച് ഹിന്ദിയൊക്കെ നമ്മുടെ ചാന്ദിനിയുടെ അടുത്ത് നിന്ന് പഠിക്കുകയാണ്. അങ്ങനെ ചാന്ദിനിക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത ശേഷമാണ് സുഭാഷ് വിടുന്നത്. ആ സമയത്ത് അങ്ങനെ ചാന്ദിനി അവിടെ നിന്ന് അവരുമായിട്ട് സംസാരിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ ചാന്ദിനി പോയി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മുടെ നിധി
വണ്ടി ഓടിക്കാനായിട്ട് പഠിക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി ഒരുവിധം ഒന്ന് താനെ വണ്ടി ഇങ്ങനെ ഓടിച്ചൊക്കെ കുറച്ച് ദൂരമൊക്കെ പോയി തുടങ്ങിയാണ്. അപ്പോൾ വീട്ടിൻ്റെ ആ ഫ്രണ്ടിൽ തന്നെ ഇട്ടാണ് വണ്ടി പഠിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് ഇങ്ങനെ കൊണ്ടിരുന്ന സമയത്ത് നമ്മുടെ ഹരീഷ് വരെയാണ്. അപ്പോൾ ഹരീഷ് വന്നപ്പോഴത്തേക്ക് ഹരീഷ് പറഞ്ഞ്, ആഹാ നിധിയേട്ടത്തി ഇപ്പോൾ കുറച്ചൊക്കെ വണ്ടി ഓടിക്കാൻ പഠിച്ചില്ല, ഇത്ര വേഗം പഠിച്ചെങ്കിൽ പിന്നെ 1-2 ദിവസം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് തന്നെ വണ്ടി ഓടിക്കുമെന്ന് ഇങ്ങനെ പറയണേ. അപ്പോൾ നിധിക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് അത്യാവശ്യം തനിക്ക് ഓടിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഈ സമയം നമ്മുടെ സുധീഷ് വീണ്ടും ഒന്ന് ഇടിച്ച് കയറി വരെയാണ് കേട്ടോ നിധിയുടെ അടുത്ത്. അതെ, ഞാൻ ഒന്നും കൂടെ പറഞ്ഞു തരാം, ഇനി വീഴാണ്ട് നോക്കാം നിധി, ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് നോക്കാം. വേണ്ട, സുധീഷിൻ്റെ പഠിത്തമൊക്കെ എനിക്ക് മതിയായി, എന്നെ ഹരീഷും നികേഷും പഠിപ്പിച്ചു തന്നാൽ മതി, അവർ പഠിപ്പിക്കണത് എനിക്ക് മനസ്സിലാവുന്നതെന്നും പറയുന്നുണ്ട് കേട്ടോ. പാവം നമ്മുടെ സുധീഷ് ആകെ ഒന്ന് ഡൗൺ ആയി പോവുകയാണ്. കാരണം എന്ന് വെച്ചാൽ അവരുടെയൊക്കെ മുമ്പിൽ ചമ്മി ചൂളി പോകുന്നുകൊണ്ട് സ്വന്തം ഭാര്യയായിട്ടൊന്ന് ഒരു എന്ന് വെച്ചാൽ ഒരു മിംഗ്ലിങ്ങിന് കിട്ടിയ ഒരു അവസരമായിരുന്നു, അതിട്ട് കിട്ടിയതുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. സുധീഷിന് ആകെ ഒരു സങ്കടാവുകയാണ്. അപ്പോൾ ഈ സമയം നമ്മുടെ ഭാസ്കരൻ സുധീഷിൻ്റെ അടുത്തിരുന്ന് പറയുന്നുണ്ട്, എടാ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അവസാനം നിന്നെ അവൾ ഇട്ടിട്ട് പറന്നു പോകും, നിന്നെ ഒരു സഹോദരനെ പോലെ കാണത്തുള്ളൂ എന്നും പറഞ്ഞു. ഇതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ സുധീഷിന് എന്ത് ചെയ്യണമെന്ന് അറിഞ്ഞില്ല, ഭ്രാന്ത് പിടിച്ചിണക്കായി. ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്ന രീതിയിൽ സുധീഷ് ചിന്തിച്ച് അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇനി പുതുതായിട്ട് വരുന്ന വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. അപ്പം നമ്മുടെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പുതിയ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് വരും എപ്പിസോഡുകളിൽ കൂടെ തന്നെ നമുക്കറിയാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഡേ പറഞ്ഞുകൊണ്ട് നാളത്തെ കാറ്റത്തെ കിളിക്കൂട് സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നല്ലൊരു ഗുഡ് ഈവനിങ് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.